ഗീതുവും നവീനും തമ്മിലുള്ള തർക്കം ഗിഫ്റ്റ് കിട്ടിയ കപ്പിൻ്റെ നിറത്തെ ചൊല്ലിയായിരുന്നു. ഗീതു പറഞ്ഞു പച്ച നിറമായിരുന്നു. നവീൻ പറഞ്ഞത് അത് നീല കളറായിരുന്നു എന്നാണ്. രണ്ടുപേരും കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. രണ്ടുപേരും വിട്ടുകൊടുത്തില്ല. അന്ന് വഴക്കിട്ട് പരസ്പരം മിണ്ടാതെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ മകള് ഗിഫ്റ്റ് കിട്ടിയ കപ്പുമായി അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, എന്ത് നല്ല ഭംഗിയുള്ള കപ്പാണ് അച്ഛാ, ഒരു കളറ് പച്ചയും മറ്റൊരു കളറ് നീലയും. ഞാൻ ഡോക്ടർ ഓജസ് കറിയ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ശക്തമായ വിവാഹബന്ധത്തിൻ്റെ സുഗമമായ മുന്നോട്ടുള്ള പോക്കിനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണ്. ആ വീഡിയോ സീരീസിലെ 12ാമത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്. ഇത്രയും നാൾ പ്രോത്സാഹനം തന്ന എല്ലാവർക്കുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. മിക്കവാറും എല്ലാ ദമ്പതികളും നേരിടുന്ന ഒരു പ്രശ്നത്തെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, തർക്കങ്ങൾ, അലോഹ്യങ്ങൾ, വാക്ക് തർക്കം. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സംഘർഷങ്ങളും തർക്കങ്ങളും ഒഴിവാക്കുന്നതിനുപരി എങ്ങനെ ആരോഗ്യകരമായിട്ട് ഭിന്നാഭിപ്രായങ്ങൾ പറയാം, ചർച്ച ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. തർക്കങ്ങൾ വിവാഹ ജീവിതത്തിൻ്റെ അവസാന വാക്കല്ല. വൈവിധ്യമാർന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ വന്നവർ, വൈവിധ്യമാർന്ന ചിന്താധാരകളിലൂടെ കടന്നു വന്നവർ, വിവിധങ്ങളായിട്ടുള്ള വൈകാരിക അവസ്ഥയിലൂടെ കടന്നു വന്നവർ, അങ്ങനെയുള്ള രണ്ടുപേര് ഒരുമിച്ച് ജീവിക്കുമ്പോൾ തർക്കങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ നമ്മളതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. കൺസ്ട്രക്റ്റീവായിട്ടാണോ അത് ഡിസ്ട്രക്റ്റീവായിട്ടാണോ വരുന്നതെന്നുള്ളത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലർ പ്രശ്നങ്ങളെ അവഗണിക്കാറുണ്ട്, മൈൻഡ് ചെയ്യാറില്ല. അങ്ങനെ പ്രശ്നങ്ങളെ അവഗണിച്ച് കഴിഞ്ഞാൽ അതൊരു പക്ഷേ പിന്നീട് വലിയ പ്രക്ഷുബ്ധാവസ്ഥയിലേക്ക് നയിച്ചേക്കാം. മൂർച്ചയുള്ള വാക്കുകളും നീണ്ടു നിൽക്കുന്ന മൗനവും ദമ്പതികൾക്കിടയിലുള്ള അകലം വർദ്ധിപ്പിക്കാനിട വരുത്തുന്നു. ആരോഗ്യകരമായ ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ദമ്പതികൾ ഭിന്നസ്വരങ്ങൾ ബഹുമാനത്തോടെ പരസ്പരം പങ്കുവെക്കുന്നവരാണ്. എന്താണ് ഈ തർക്കങ്ങൾ ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ഈ തർക്കങ്ങൾ ഉണ്ടാകുന്നത്? കോമൺ ട്രിഗേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പരിതാപകരമായ ആശയവിനിമയം, സബലീകരിക്കപ്പെടാത്ത പ്രതീക്ഷകൾ, ഇവയൊക്കെ തർക്കങ്ങൾക്കും വഴക്കുകൾക്കും കാരണമായേക്കാം. ചിലപ്പോൾ സാമ്പത്തികമാവാം തർക്ക വിഷയം, മറ്റു ചിലപ്പോൾ പേരൻറ്റിങ് ആവാം, രക്ഷാകർതൃത്വം, എങ്ങനെ കുട്ടികളെ വളർത്തും, അതിനെക്കുറിച്ചാകാം ചിലപ്പോൾ തർക്കം ഉണ്ടാകുന്നത്. അമ്മായിയമ്മ, അമ്മായിയപ്പൻ, ഇൻലോസ്, അതാകാം ചിലപ്പോൾ തർക്ക വിഷയങ്ങളാവുന്നത്. വൈകാരിക അവസ്ഥകളെ അംഗീകരിക്കാതിരിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ തർക്കങ്ങൾ ഉടലെടുത്തുന്നിരിക്കാം. പങ്കാളിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളാവാം. ഇനി പങ്കാളി എന്താണ് ചിന്തിച്ചു കൂട്ടുന്നത് എന്ന് ചിന്തിക്കുന്നതും ചിലപ്പോൾ തർക്ക വിഷയങ്ങളിലേക്ക് നയിച്ചേക്കാം. പലപ്പോഴും തർക്കങ്ങളുടെ യഥാർത്ഥ കാരണമായിരിക്കണമെന്നില്ല തർക്ക വിഷയമായിട്ട് വരുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യാം, തർക്കങ്ങൾ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യാം, എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നോക്കാം. റൈറ്റ് ഫൈറ്റ്, ശരിയായ രീതിയിൽ എങ്ങനെ തർക്കിക്കാം. നമ്പർ 1, ചൂസ് ദ റൈറ്റ് ടൈം. വല്ലാതെ ദേഷ്യപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലോ മാനസിക സമ്മർദ്ദത്താൽ ഉഴലുന്ന അവസ്ഥയിലോ മറ്റെന്തെങ്കിലും ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിലോ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ചയിൽ കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ പറയുന്നതൊന്നും നീ കേൾക്കാറില്ല എന്ന് പറയുന്നതിന് പകരം ഞാൻ പറയുന്നത് നീ അവഗണിക്കുമ്പോൾ അതെന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു എന്ന് പറയുന്നതാവും കുറച്ചുകൂടെ നല്ലത്. രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്, പക്ഷേ രണ്ടിൻ്റെയും പ്രതിഫലനം 2 രീതിയിലാണ്. മറ്റൊന്ന്, ഒരാൾ പറയുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കുക. ഒരുപക്ഷെ ആ ശ്രദ്ധയോടെ കേൾക്കുന്നത് കൊണ്ട് തന്നെ ആ പ്രശ്നത്തിന് പിരിമുറുക്കത്തിന് കുറച്ച് അയവ് വന്നേക്കാം. സ്റ്റിക്ക് 1 ഇഷ്യൂ അറ്റ് എ ടൈം. ഇന്നസെൻ്റ് പറയുന്ന പോലെ, ഇപ്പോൾ ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നമുണ്ട്, പുറത്തുനിന്ന് പ്രശ്നമൊന്നും എടുക്കുന്നില്ല, അങ്ങനെ എടുക്കുമ്പോൾ പറയാം എന്ന് പറയുന്ന പോലെ ഒരു സമയം ഒരു പ്രശ്നം ചർച്ച ചെയ്യുക, അതായിരിക്കും കൂടുതൽ അഭികാമ്യം. ഒരാളെ ലേബൽ ചെയ്യുന്നതും ബ്ലെയിം ചെയ്യുന്നതും ഒഴിവാക്കുക.
എനിക്കറിയാം നീ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്, എനിക്കറിയാം അങ്ങനെ തന്നെ സംഭവിക്കത്തുള്ളൂ. ആവശ്യമെങ്കിൽ ഒരു ഇടവേള എടുക്കുക. പ്രശ്നത്തിന് പരിഹാരമാണ് വേണ്ടത്, വിജയമല്ല. തർക്കത്തിൽ വിജയിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കാനേ ഉപകരിക്കത്തുള്ളൂ. മറ്റൊന്ന് ക്ഷമ. ക്ഷമിക്കാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ പല തർക്കങ്ങളും പല പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇനി ചില അപകടകരമായ കോൺഫ്ലിക്റ്റ് സ്റ്റൈൽസ് ഉണ്ട്. ഒന്ന്, മൗനം. ഒരു തർക്കത്തിന് ശേഷം ദീർഘമായ മൗനം. ഈഗോ സമ്മതിക്കുന്നില്ല. ആരാദ്യം സംസാരിക്കും, ആരാദ്യം പറയും എന്നുള്ള തർക്കമാണ്. ഈഗോ സമ്മതിക്കുന്നില്ല. അങ്ങനെ ദീർഘമായ മൗനത്തിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും ഒരു കോൺഫ്ലിക്റ്റ് സ്റ്റൈൽസിൽ വളരെ ഡേഞ്ചറായിട്ടുള്ള അപകടകരമായൊരു കോൺഫ്ലിക്റ്റ് സ്റ്റൈൽസാണ്. പങ്കാളിയെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുക, വാക്കുകൾ ഉപയോഗിച്ച് വല്ലാതെ മുറിപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന വർത്തമാനം പറയുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വിദഗ്ധ സഹായം തേടുന്നത് അഭികാമ്യമാണ്. തർക്കങ്ങൾ ഒരു പരിധിവരെ പരസ്പരം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വിവാഹബന്ധത്തിൽ തർക്കങ്ങൾ ഇല്ല, അല്ലെങ്കിൽ തർക്കങ്ങളില്ലാത്ത വിവാഹബന്ധങ്ങളാണ് വിജയം എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കത്തില്ല. തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യാൻ പരസ്പര ബഹുമാനത്തോടെ അവയെ കൈകാര്യം ചെയ്യാൻ കഴിയുമ്പോഴാണ് വിവാഹബന്ധത്തിൻ്റെ വിജയം ഇരിക്കുന്നത്. വീഡിയോ പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.